ഗൈസ്, അപ്പോൾ കുറേ ദിവസമായിട്ടോ നമ്മൾ ഈവനിങ് വ്ളോഗുമായിട്ട് വരാത്തത്. ഇപ്പം അധിക ദിവസവും നടക്കുന്ന കുറേ കാര്യങ്ങൾ. ഒന്നാമത് കല്യാണ തിരക്കാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കല്യാണം ഒക്ടോബർ 19 ആരൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. ഏട്ടൻ്റെ മോളെ കല്യാണമാണ്. അപ്പോൾ ഞാൻ കുറേ കാലത്തെ ഗ്യാപ്പിന് ശേഷം ഉണ്ടാകുന്ന ഒരു കല്യാണം കേട്ടോ. ഇങ്ങനെ ഒരു ആഘോഷമായിട്ടുള്ളൊരു കല്യാണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ എല്ലാ എക്സൈറ്റ്മെൻറ്റും എല്ലാവർക്കും ഉണ്ട്. 2 ദിവസം മുന്നേ നമ്മൾ കുഞ്ഞൂനും സിദ്ധുവിനും ഡ്രസ്സ് എടുക്കാൻ പോയി. ഇന്ന് ഞങ്ങൾ രാവിലെ പോയിട്ട് ഇപ്പാട്ടോ എത്തിയത്. പിന്നെ ആണെങ്കിൽ എനിക്ക് പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു. പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ വരും കേട്ടോ. എന്താ വെച്ചാൽ എന്തൊക്കെയോ മൂഡ് സ്വിങ്സ് കൂടാണ്ട് വേദനയാണ് പ്രധാനമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, രാവിലെ ഒന്നും ഉണ്ടാവില്ല, ആയപാടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവില്ല. പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കാണ് പ്രശ്നങ്ങളൊക്കെ വരിക. അതൊക്കെ ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പം രാത്രിത്തെ ഫുഡിൻ്റെ കാര്യം നോക്കണം. ഉച്ചക്കത്തെ ചോറ് കഴിഞ്ഞ് ഇനിയിപ്പം ഇവിടെ മക്കൾക്കൊക്കെ ചെറുപയറിട്ട കഞ്ഞി ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ ഐഷറിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെറുപയറിട്ടൊരു കഞ്ഞി നമുക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ എനിക്കിപ്പം പൊതുവേ ഈ ഫസ്റ്റ് പീരീഡിൻ്റെ ഫസ്റ്റ് ഡേയിൽ തന്നെ പൊതുവേ എനിക്ക് ഫ്ലോ ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ബെറ്റർ ഞാൻ ഉപയോഗിക്കൽ മെൻസ്ട്രുവൽ കപ്പാണ് യൂസ് ചെയ്യില്ലെങ്കിൽ പോലും ഈ പുറത്ത് പോകുന്ന സമയത്തൊക്കെ എനിക്ക് ഇപ്പം പേടിയാണ് ഉപയോഗിക്കാൻ. കാരണം നമുക്കത് ഒഴിവാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഏതെങ്കിലും നമ്മളൊരു ഹോട്ടലിൽ ഫുഡ് കയറിയാലൊന്നും അവിടെ നിന്ന് നമുക്ക് ഒരിക്കലും ഇതൊന്ന് ഒഴിവാക്കി അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ അത് ഇൻസേർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പാഡുണ്ട് കേട്ടോ. അതുകൂടി ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എവർട്ടീൻ്റെ പീരീഡ് കെയർ കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും അത്രയും യൂസ്ഫുൾ ആണിത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പിന്നെ പറയാം. നമുക്കൊക്കെ ഇഷ്ടമുള്ള സാധനം കേട്ടോ. കുഞ്ഞൂനും സിദ്ധുവിന്, ദേവുവിന് അത്ര ഫേവറേറ്റ് അല്ല, പക്ഷെ കുഞ്ഞൂനും സിദ്ധുവിന് ഭയങ്കര ഫേവറേറ്റാണ് ചെറുപയറിട്ട കഞ്ഞി. ചെറുപയർ പിന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പിട്ടിട്ട് പുഴുങ്ങിയതാണ്. ഇപ്പൊ ഇതുണ്ടല്ലേ, എല്ലാവർക്കും വിശേഷം ഉണ്ടാവുന്ന സമയത്തായിരിക്കും മാങ്ങയ്ക്ക് കൊതി ഉണ്ടാകുക. എനിക്ക് പീരീഡ്സ് ആകുന്ന സമയത്താണ് മാങ്ങയ്ക്ക് കൊതി ഉണ്ടാകുക. എല്ലാവർക്കും പറ്റും. എനിക്ക് ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ കാണുമ്പോൾ മുന്നിൽ പൊട്ടുപോയി മാങ്ങ. കുഞ്ഞോട് ചിത്രം കൊടുക്കട്ടെ. സത്യം പറയാലോ, കാലും കൈയെല്ലാം ഭയങ്കര കടച്ചില്ല. കുറച്ച് ഉലുവേൻ്റെ വെള്ളം ഉണ്ടായി തരും ചേട്ടങ്ങള്. ഇതൊന്ന് കഴിയട്ടെ. എപ്പെങ്കിലും ഇങ്ങനെ കഞ്ഞി ഇതെല്ലാം കുടിക്കണം. കഞ്ഞിയിലേക്ക് ഇടുന്ന കഞ്ഞിയിലേക്ക് ഇട്ടുകൊള്ളി. കഞ്ഞിയിലിട്ട് കിട്ടിയാലോ ടേസ്റ്റ് കേട്ടോ. വേണ്ടാണ്ട് എല്ലാം കൂടി ഒന്നും തിരിയണ്ട. അതെ, ചൂട് നേരത്തെ വേണേനു, ലേറ്റ് ആയിപ്പോയി. അപ്പോൾ നമ്മളെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മക്കള് എല്ലാം കിടക്കാൻ പോയി. ഇനിയിപ്പം എനിക്ക് മേലൊക്കെ കഴുകി മാറ്റിയിട്ട് എനിക്ക് കിടക്കണം. എൻ്റെ മുന്നേ കാര്യമായിട്ട് കുറച്ച് ഉലുവ വെള്ളം സൈഷേട്ടൻ ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞിക്ക് വയ്യ, എനിക്ക് കയ്യിലേക്ക് ഇനി പോവാൻ. ശരിക്കും ഇത്രയും കംഫർട്ടായിട്ട് നിന്നത്. അല്ലാതെ എനിക്ക് പീരീഡ്സ് ഫസ്റ്റ് ഡേ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒന്നാമത് ലീക്കാവുന്ന പ്രശ്നമാണ്, പ്രോപ്പറായിട്ടുള്ള പാഡും കാര്യങ്ങളും ആയിരിക്കില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ അതിൽ നിന്നൊരു പരിഹാരമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തൊരു പാഡാട്ടോ ഇത്. ഇതാണ് എവർട്ടീൻ്റെ പീരീഡ് കെയർ XXL സാനിറ്ററി പാഡുകൾ. എനിക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുക എന്ന് വെച്ചാൽ നമ്മൾ പീരീഡ്സ് സമയത്ത് പുറത്ത് പോകുന്ന സമയത്ത് ലീക്കേജ് ഉണ്ടാവുക എന്നുള്ളതാട്ടോ. കാരണം പാഡിന് കാര്യമായിട്ടുള്ള അതിൻ്റെ രീതിയിലുള്ള വലിപ്പവും കാര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് പുറത്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് മാറാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയൊരു 3 കാര്യങ്ങളൂടെ ഞാൻ പറയാം കേട്ടോ. അതായത് നമ്മൾ ഇന്നർ വെയർ കറക്റ്റ് സൈസിലുള്ളത് ഇടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ നമ്മളെ പാഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതിരിക്കും കേട്ടോ. അതേപോലെ തന്നെ രണ്ടാമത് പറയുന്നത് നമ്മളെ പാഡിൻ്റെ വലിപ്പം തന്നെയാണ്. നമ്മൾ XXL പാഡുകൾ. അപ്പോൾ ഇങ്ങനത്തെ പാഡുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ലീക്കേജ് ഉണ്ടാവുമോ അതിനെ തടഞ്ഞു നിർത്താനുള്ള നീളവും വലിപ്പവും എല്ലാം ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മളെ ജോലിയിലും കാര്യങ്ങൾക്കും ഞാൻ പറഞ്ഞല്ലോ കംഫേർട്ട് ഇല്ലെന്ന്. അപ്പോൾ അങ്ങനെ കംഫേർട്ടായിട്ട് നമ്മൾ ജോലിയിലും കാര്യങ്ങളിലും നിൽക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഇങ്ങനെ വലിപ്പമുള്ള നല്ല XXL പോലുള്ള പാഡുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഉറച്ച് നിൽക്കുകയും നമുക്കൊരു സമാധാനത്തോടെ എവിടെയും പോകാനും പറ്റും കേട്ടോ. അപ്പോൾ ഈ
എവർട്ടീൻ്റെ പീരീഡ് കെയർ ഡബിൾ എക്സൽ പാഡുകൾ എന്ന് വെച്ചാൽ ശരിക്കും പറയുകയാണെങ്കിൽ 320 mm നീളമുള്ളതാണ്. അതേപോലെ തന്നെ കോട്ടൻ്റെ മൃദുവായ 8 ലെയർ പാളികളോട് കൂടിയതാട്ടോ. അതേപോലെ ഇതിൻ്റെ സ്മെല്ല് എന്ന് പറയുന്നത് വേപ്പും കുങ്കുമപ്പൂവും കൊണ്ടുണ്ടാക്കിയ നല്ല അടിപൊളി സ്മെല്ലാട്ടോ ഈ പാഡിന്. നമുക്ക് അതുപോലെ തിണർപ്പോ ടാനിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു ടെൻഷനും കൂടാതെ ഉപയോഗിക്കാം. കാരണം ഡെർമറ്റോളജി ടെസ്റ്റ് കൂടി ചെയ്തതായതിനെ കൊണ്ട് തന്നെ ഈ പാഡ് എനിക്ക് നല്ല അത്രയും കംഫർട്ടായിട്ട് പേഴ്സണലി എനിക്ക് തോന്നി. പീഡ്സ് ആയാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു സാധനമാണ്. എനിക്കെന്തോ ഇത് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തോ ഒരാശ്വാസം. ഇടയ്ക്ക് ഇത് ഒരു ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ വയറിലും വെക്കും ഞാൻ കേട്ടോ, ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല എന്തോ ഒരു വയറുവേദനയ്ക്കൊക്കെ ഒരു ആശ്വാസമാണ്. എങ്ങനെയായാലും സാധാരണ പാഡ് വെച്ച് വെക്കുന്ന സമയത്താണെങ്കിൽ എങ്ങനെയായാലും സൈഡിൽ കൂടെ ലീക്കേജ് വന്നിട്ട് രാത്രി കടന്നിട്ട് പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് ബെഡ്ഷീറ്റിലൊക്കെ നിറച്ചും ബ്ലഡ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഡെയിലി 3 ദിവസമൊക്കെ ഡെയിലി തിരുമ്പിയ ദിവസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം കംഫർട്ടായിട്ട് കടന്നുറങ്ങാം. നല്ല അത്രയും നല്ലൊരു എന്താ പറയുക, ഒരു സേഫ്റ്റിയാണ്. എങ്ങോട്ട് ചെരിഞ്ഞ് കിടന്നാലും ഇങ്ങോട്ട് ചെരിഞ്ഞ് തന്നാലും, കാരണം അത്ര ഡബിൾ എക്സലാണ്. അതുകൊണ്ട് തന്നെ നല്ല വലിപ്പവും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഞാൻ കിടന്നുറങ്ങട്ടെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അടുത്ത വീഡിയോ